Good morning, the ultimate buddies and budgies of the city. ഈ നേരം വെളുത്തിട്ടും ബെഡിൽ നിന്ന് എണീക്കാത്ത ചങ്ങാതിമാര് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഫാനിന്റെ സ്വിച്ച് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് പ്ലസന്റ് ആയിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് പറയണോ. നമുക്കൊരു യാത്രയൊക്കെ പോട്ടെ. യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോണ യാത്രയല്ല കേട്ടോ. നമ്മുടെ പഴയ കാലത്തേക്ക്, നമ്മൾ ഓർക്കാൻ കൊതിക്കുന്ന നിമിഷങ്ങളിലേക്ക്, ഒരു വട്ടം കൂടെ നനയാനായിട്ട് കൊതിക്കുന്ന മഴകളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൈപിടിച്ച് നടന്ന കടൽ തീരത്തെ മണൽ തരികളിലൂടെ ഒന്നുകൂടെ നടന്നൊരു കട്ടനൊക്കെ അടിച്ച് നമുക്ക് ഈ ഒരു ദിവസം അങ്ങോട്ട് ഹാപ്പി ആയിട്ട് തുടങ്ങണ്ടേ. ചേച്ചി 10-ാം തീയതിയാ, പാലിന്റെ കാശ് കിട്ടിയില്ല. തരാടോ, എല്ലാ മാസവും കൃത്യമായിട്ട് തരുന്നതല്ലേ. അതല്ല ചേച്ചി, തരാടോ, താനിപ്പോ ചെല്ല്. തന്നില്ലെങ്കിൽ നാളെ മുതൽ ചേച്ചി പാലിന് വരെ പച്ചവെള്ളം കുടിക്കും. വിളിക്കേണ്ട നമ്പർ 8281509000 ആണ്. ഓർമ്മകളുടെ യാത്രയിലേക്ക് കേട്ട് കൂട്ടുകൂടാനായിട്ട് വെയിറ്റിംഗ് ഹിയർ നിങ്ങളുടെ സ്വന്തം ആർജെ സുനിൽ. എന്ത് ചെയ്യാനാ, ഇതിപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്തായി, തുടങ്ങിയോ? ഇല്ല ചെല്ലേ, ഇതാ പോയിട്ടേ ഉള്ളൂ. നിന്ന് കുഴയാതെ പോയി പണിയെടുക്കണം. പോടെ. സർ, So we are analyzing our data for our company for every month for the year 2022 and 23. Comparatively, the growth was good, but I have a worry in some of the months. In June, our growth was 14.8%, which went up to 16.7 in July. And in August, we had a growth of 21.5, which was quite good. Okay. So, നമുക്കിനി നോക്കാനുള്ളത് നെക്സ്റ്റ് ക്വാർട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ത് ചെയ്യുമെന്നുള്ളത്, വാട്ട് നെക്സ്റ്റ്. സോ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ നമുക്ക് എത്ര ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. സോ അതിൻ്റെ 2023 ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ നമുക്ക് എത്ര ഗ്രോത്ത് കൊണ്ടുവരണം എന്നുള്ളത് നോക്കണം. 30% ഗ്രോത്ത് ആണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. 30% ഗ്രോത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ ഉദ്ദേശിച്ചത്, മീനു, ഇഫ് യു വാണ്ട് യു ക്യാൻ അറ്റൻഡ് ദ കോൾ. സോറി സർ. സോ ഹരി, whether you are not putting the efforts or what, I don't know, but still we have to continue. And എടോ, തനിക്കെന്താ പ്രോഗ്രാം? തല പൊളിയുന്ന വേദന, ഒരു രക്ഷയില്ല. എല്ലാ 3 മാസം കൂടുമ്പോഴും ഈ മരത്തലേൻ്റെ ചടപ്പ് ക്ലാസ്സും കേട്ടിരുന്ന് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കളയാന്നല്ലാതെ ഒരു കാര്യവും. അതാ ഞാനും ആലോചിക്കുന്നത്. ഏതേലും UK കാരനും കിട്ടി അങ്ങോട്ട് പോയി സുഖിച്ച് ജീവിച്ചാലോ ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള കിട്ടിയാനോ? അതാലോചിക്കുമ്പോഴാ ഞാൻ ഇവിടെ തന്നെ തീരുള്ളൂ. എന്താണ് മാഡത്തിൻ്റെ പ്ലാൻ? ഇനി എന്തോന്ന് പ്ലാൻ? എങ്ങനെയും ജീവിച്ചു തീർക്കണം. അതല്ല കോപ്പേ, നീ രാവിലെ എന്നോട് പറഞ്ഞ പ്ലാൻ. ഞാനത് വിട്ടുപോയി. 15th ആണ് മോളുടെ ബർത്ത്ഡേ. ഇന്നേലും പോയി കേക്ക് ഓർഡർ ചെയ്തില്ലേ ലാസ്റ്റ് മിനിറ്റ് ചക്രശ്വാസം വലിക്കേണ്ടി വരും. പിന്നെ ഫുഡ്, ഡ്രസ്സ് ഒക്കെ സെറ്റ് ആക്കേണ്ടി വരും. നീ കൂടി വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഓർഡർ കൊടുക്കാം. അതിനിന്ന് 10ാം തീയതി ആയതല്ലേ ഉള്ളൂ. ഈ കാലൊക്കെ എത്ര ഫാസ്റ്റ് ആയിട്ടാണല്ലേ പോകുന്നത്. ഈ വർഷം ന്യൂ ഇയർ ആഘോഷിച്ച കേക്കിന്റെ ടേസ്റ്റ് പോലും വായിന്ന് പോയിട്ടില്ല. അപ്പോഴേക്കും പകുതി കഴിഞ്ഞു. മോളാദ്യം നല്ലൊരു ഡെന്റിസ്റ്റിനെ പോയി കാണിക്ക്. എന്തിനാ? നീ വരുന്നേ വാ. എന്തായാലും അങ്ങേരിപ്പോ കേക്ക് ഷോപ്പ് എത്താറായി കാണും. എന്നിട്ടാണോ നീ എന്നെ വിളിച്ചേ? എടി, നീ കൂടെ ഉണ്ടെങ്കിൽ പുള്ളി വലിയ അഭിപ്രായം ഒന്നും പറയാതെ മൊബൈൽ നോക്കി അങ്ങനെ ഇരുന്നോളും. ഇതിപ്പോ ഞങ്ങളായ തല്ലും കൂടി അവസാനം എന്തേലൊക്കെ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് പോകും. അത്ര എന്റെ പൊന്നു മക്കള് തന്നെ പോയാ മതി. പോയി എല്ലാം സെറ്റാക്കി വെക്ക്. എടി, കഷ്ടമുണ്ട് കേട്ടോ. എന്നാ പിന്നെ നീ നാളത്തേക്ക് മാറ്റി വെക്ക്. എന്റെ തലവേദന ഒരു രക്ഷയില്ല. ഉറപ്പാണേ? എന്നാ നാളേക്ക് സെറ്റ്. എന്നാ പൊന്നുമോള് സ്കൂട്ടായിക്കോ. ഓക്കെടി, അപ്പൊ നാളെ കാണാം. നാളെ കാണാം. ബൈ.
സലിംക, ഒരു സ്ട്രോങ് കട്ടൺ. ആ ആ തല പെരുത്തു കയറുന്നു. ആ നിങ്ങളിരിക്കേ. എന്താടി? എടി നാളേക്ക് വെച്ച ശരിയാവില്ല, ഞാൻ ഇന്ന് തന്നെ പോയാലോന്ന് ആലോചിക്കുക. ആ, മികച്ച തീരുമാനം. വേഗം പോയിക്കോ. ആ പിന്നെ ഹരി നീ വിളിച്ചോ? ഓ ഇല്ല, സത്യത്തിൽ ഞാനത് മറന്നുപോയി തിരക്കിനിടയിൽ. അവനെ വിളിച്ച് വെറുതെ ഉള്ള മൂഡ് സ്പോയിൽ ചെയ്യാൻ വയ്യ. അല്ലെങ്കിലും അവന് ആവശ്യമുള്ളപ്പോഴല്ലേ എന്നെ വിളിക്കുള്ളൂ. ഇനിയിപ്പോൾ വേണമെങ്കിൽ വിളിക്കട്ടെ, പിന്നെ നോക്കാം. ഞാൻ ഒന്നും പറയുന്നില്ലേ. ശരി, നീ പോയിക്കോ. ബൈ ഡി. ഇതാ നിങ്ങളുടെ സ്പെഷ്യൽ. ഹലോ, ഹരി? ഹരിയല്ലേ ഇത്? അവൻ പോയി മോളെ. പോയെന്നോ? ചേച്ചി 10-ാം തീയതിയാ, പാലിന്റെ കാശ് കിട്ടിയില്ല.